നമസ്കാരം. നഗരത്തിനടിയിലെ ഭൂഗർഭ വെള്ളച്ചാട്ടം നേപ്പാളിലാണിത്. മഞ്ഞണിഞ്ഞ ഹിമാലയ മലനിരകളുടെ നാടായ നേപ്പാൾ കുളിരണിയിക്കുന്ന അനേകം വിസ്മയ കാഴ്ചകളിലേക്ക് സ്വാഗതം. കാഠ്മണ്ഡുവിലെ സ്വയംഭൂ ബുദ്ധക്ഷേത്രം, പൊക്കാറയിലെ പുംഡിക്കോട്ട് ശിവമുടി, നഗരത്തിനടിയിലെ ഗുഹയിൽ വെള്ളച്ചാട്ട കാഴ്ചകളുള്ള ഗുപ്തേശ്വർ മഹാദേവ് കേവ്, മനക്കാമന ഹിമാലയൻ കേബിൾ കാർ യാത്ര എന്നിവയാണ് ഈ വീഡിയോയിലുള്ളത്. ഹിമവാനു മുകളിലെ വിമാനയാത്ര, പഠാൻ കൊട്ടാരം, പശുപതിനാഥ് ക്ഷേത്രം, ശ്രീബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനിയിലെ വിശേഷങ്ങൾ, കാഠ്മണ്ഡുവിലെ നൈറ്റ് ലൈഫ് തുടങ്ങിയവ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്ന് 78 കിലോമീറ്റർ വടക്ക് സോണാലി അതിർത്തി. ഇവിടെ പോലീസ് പരിശോധനയുണ്ട്. വിമാനത്തിൽ ഇക്കോണമി ക്ലാസ്സിൽ കൊച്ചിയിൽ നിന്ന് 12,000 രൂപ. കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ ബാഗേജുകൾ കിട്ടാൻ ബെൽറ്റ് കൺവേയേഴ്സിൽ കഷ്ടപ്പാട് തന്നെ. നേപ്പാളിലെ വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധന നാമമാത്രമാണ്. പുറത്ത് ടാക്സി ഡ്രൈവർമാർ വെട്ടുകിളികളെ പോലെ കാത്തു നിൽക്കുന്നുണ്ട്. ടാക്സിക്ക് നിരക്ക് അല്പം കൂടുതലാണ്. നേപ്പാൾ യാത്രയ്ക്ക് പാസ്പോർട്ടും വിസയും വേണ്ട, ആധാർ കാർഡ് മതി. കാഠ്മണ്ഡു വിമാനത്താവളത്തിന് പുറത്ത് പരിസരമെല്ലാം മനോഹരമാണ്. നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ക്ഷേത്രവും സ്തൂപവുമാണ് സ്വയംഭൂ. ഒരു കുന്നിനു മുകളിലാണിത്. ടിബറ്റൻ ബുദ്ധമത സന്യാസിമാരുടെ ആശ്രമവും മ്യൂസിയവും ഇവിടെയുണ്ട്. ഭൂമിയിൽ നിന്ന് സ്വയം ഉയർന്നു വന്ന ഭൂപ്രദേശമാണ് ഇത് എന്നാണ് ഐതിഹ്യം. BC 3-ാം നൂറ്റാണ്ടിൽ അശോക ചക്രവർത്തി ഇവിടം സന്ദർശിച്ച് ക്ഷേത്രം പണിതെന്നാണ് വിശ്വാസം. പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. വെളുത്ത പെയിൻ്റടിച്ച ഗോപുരം പോലുള്ള വജ്രയ്ക്ക് മുന്നിലേക്കാണ് ഈ പടവുകൾ എത്തുക. ശ്രീകോവിൽ 20 കിലോ സ്വർണം കൊണ്ട് അലങ്കൃതമാണ്. മുകളിൽ നിന്നാൽ 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള പ്രദേശങ്ങളുടെ ആകാശ കാഴ്ച കാണാം. മനോഹരം തന്നെ. എങ്ങും ഫോട്ടോ എടുക്കുന്നവരുടെയും സെൽഫി എടുക്കുന്നവരുടെയും തിരക്കാണ്. വാനരസേന ധാരാളമുണ്ട്. സന്ദർശകരിൽ നിന്ന് യഥേഷ്ടം ഭക്ഷണവും കിട്ടും. ധാരാളം ബുദ്ധസന്യാസിമാരെയും നമുക്കിവിടെ കാണാം. കാഠ്മണ്ഡുവിലെ സെൻട്രൽ സൂ ആണിത്. 6 ഏക്കർ വിസ്തൃതിയുള്ള ഈ മൃഗശാലയിൽ 1000-ഓളം ഇനം മൃഗങ്ങളുണ്ട്. കാഠ്മണ്ഡുവിലെ സ്കൈവാക്ക് ഒരു അനുഭവമാണ്. 256 അടി ഉയരമുള്ള പടുകൂറ്റൻ സ്കൈവാക്കിലെ 2000 ചതുരശ്ര അടി ചില്ലുഫലകത്തിലൂടെ നടക്കുമ്പോൾ ലോകം കാൽക്കീഴിനടിയിലാണെന്നും ആകാശം തൊട്ടെന്നുമെല്ലാം തോന്നിപ്പോകും. 650 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കാഠ്മണ്ഡു വിമാനത്താവളത്തേക്കാൾ മികച്ച നിലവാരമുള്ളതാണ് പൊക്കാറ വിമാനത്താവളം. നിരവധി വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രാമധ്യേ പരമ്പരാഗത വേഷങ്ങളണിഞ്ഞുള്ള നൃത്തം. സന്ധ്യയ്ക്ക് പൊക്കാറയിലെ ഫിവ നദീതീരത്ത് ആരതി. വാരണാസിയിലെ ഗംഗാ ആരതിയോളം ഓളമില്ലെങ്കിലും ഭക്തിസാന്ദ്രമായ ഗാനത്തിനൊപ്പം നൃത്തമാടാനും കരഘോഷം മുഴക്കാനും ഇവിടെ എത്ര പേരാണ് ഒത്തുകൂടിയിരിക്കുന്നത്. കാസ്കി ജില്ലയിലെ പൊക്കാറയിലുള്ള പുംഡിക്കോട്ട് ശിവമുടിയിലേക്കാണ് യാത്ര. അകലെ അതിരിട്ടു നിൽക്കുന്ന ഹിമാലയ മലനിരകൾ. ചുറ്റോടു ചുറ്റും കൃഷിയുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 5000 അടി ഉയരമുള്ള കുന്നിലെ ശിവശില്പവും ശിവലിംഗവുമാണ് ഇവിടത്തെ കാഴ്ച. കുന്നിൻ മുകളിൽ നിന്ന് താഴേക്കുള്ള ദൃശ്യങ്ങൾ ചേതോഹരങ്ങളാണ്. ഫോട്ടോ എടുക്കുന്നവരുടെയും സെൽഫി എടുക്കുന്നവരുടെയും തിരക്കാണ് ഇവിടെ. കൈലാസനാഥന്റെ 51 അടി ഉയരമുള്ള ശില്പമാണ് ഇവിടെയുള്ളത്. 57 അടി ഉയരമുള്ള വലിയൊരു സ്തൂപത്തിലാണ് ഈ വലിയ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. പൊക്കാറ നഗരത്തിനടിയിലുള്ള ഭൂഗർഭ വെള്ളച്ചാട്ടം കാണാം. ഡേവിസ് ഫാൾ എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് അതിശക്തമായി പതിക്കുന്ന വെള്ളം ഭൂമിക്കും റോഡിനുമെല്ലാം അടിയിലൂടെ ഗുഹകളിലൂടെ താഴേക്ക് പതിക്കുന്ന കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഗുപ്തേശ്വർ മഹാദേവ് കേവ് എന്ന ഗുഹയിലൂടെ താഴേക്കിറങ്ങിയാൽ ആ കാഴ്ച കാണാം. മനോഹരമായ ശില്പചാരുതയോടെയാണ് ഈ ഗുഹാമുഖത്തെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ശിവന്റെ തീർത്ഥകേന്ദ്രം കൂടിയാണിത്. പടവുകളിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാവരും അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുകയും സെൽഫി എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മനോഹരമായാണ് ഈ പടവുകൾ ചിത്രശില്പ ചാരുതയോടെ
നിർമ്മിച്ചൊരുക്കിയിരിക്കുന്നത് നോക്കുക. 200-ലേറെ ദുർഘടമായ പടവുകൾ ഇറങ്ങി വേണം ഗുഹാമുഖത്തേക്കെത്താൻ. കുനിഞ്ഞും നൂഴ്ന്നിറങ്ങിയും ഗുഹയിലേക്ക് പ്രവേശിക്കാം. അകത്ത് വെളിച്ചത്തിനായി ബൾബുകൾ പ്രകാശിപ്പിക്കുന്നുണ്ട്. കൈവരികൾ നിർമ്മിച്ച് സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെങ്കിലും സദാ വെള്ളം ഒഴുകുന്നതിനാൽ തെന്നി വീഴാതിരിക്കാൻ സൂക്ഷിച്ചു വേണം നടക്കാൻ. ഗുഹയ്ക്കുള്ളിൽ പലയിടത്തും വെളിച്ചവും സൗകര്യവും കുറവായതിനാൽ ഫോട്ടോഗ്രാഫിയും വളരെ ക്ലേശകരമാണ്. ഒടുവിൽ അങ്ങകലെ വെള്ളച്ചാട്ടത്തിൻ്റെ വിദൂര ദൃശ്യം. താഴെയുള്ള ശിവലിംഗത്തിന് മുന്നിൽ തൊഴുത് സായുജ്യം നേടാം. 200-ലേറെ പടവുകൾ തിരികെ മുകളിലേക്ക് കയറാനുള്ള ഊർജം കൂടിയാണത്. ഇനി മനക്കാമരയിലേക്കുള്ള യാത്രയാണ്. പുനർനിർമ്മാണം നടക്കുന്ന ഗാൻസികുവ റോഡിലൂടെയുള്ള യാത്ര നരകതുല്യമാണ്. ടാക്സിക്ക് ഭീമമായ നിരക്കായതുകൊണ്ട് മാത്രമല്ല, യാത്ര ദുഷ്കരമാകും എന്നതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത ബസ്സിൽ ടിക്കറ്റ് സംഘടിപ്പിച്ച് അവിടേക്ക് പോകുന്നത്. ബഗേജുകളും കയ്യിലുണ്ട്. ബസ് വ്യാസ് എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ പ്രഭാത ഭക്ഷണത്തിനായി കൾച്ചർ വില്ലേജ് എന്ന റെസ്റ്റോറൻറ്റ് മുന്നിൽ നിർത്തി. പലയിനം ഭക്ഷണ വിഭവങ്ങളുണ്ട്, രുചിയുള്ളവ, വില അധികമില്ല താനും. യാത്ര തുടരുമ്പോൾ പഴയ കെട്ടിടങ്ങൾ പുതിയവയ്ക്കായി വഴിമാറുന്നതും കാണാം. പ്രധാന ജംഗ്ഷനുകളിൽ തെരുവ് കച്ചവടം. ഹിമാലയ മലനിരകളുടെ താഴ്വാരങ്ങളെല്ലാം കൃഷിയിടങ്ങളുമാണ്. ഇതാ മനക്കാമരയിലെത്തുകയായി. ഹിമാലയത്തിലെ മഞ്ഞുമൂടാത്ത ഒരു മലയിലേക്കുള്ള കേബിൾ കാറിൽ കയറിയുള്ള ആകാശയാത്ര അവിസ്മരണീയമായ അനുഭവം തന്നെയാണ്. 850 അടി ഉയരത്തിലുള്ള കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് 4300 അടി ഉയരമുള്ള ചെങ്കുത്തായ കേബിൾ കാർ സ്റ്റേഷനിലേക്കാണ് യാത്ര. 800 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. പരിസരമെല്ലാം മനോഹരമായും ശുചിത്വത്തോടെയും പരിപാലിക്കുന്നുണ്ട്. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം കേബിൾ കാറിൽ കയറി ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന നേപ്പാളിലെ വശ്യസുന്ദരമായ ഭൂപ്രകൃതിക്ക് മുകളിലൂടെയുള്ള ആകാശയാത്ര. അവിസ്മരണീയമായ ദൃശ്യങ്ങൾ. ചെങ്കുത്തായ കയറ്റവും പിന്നിട്ട് മനക്കാമനയുടെ അപ്പർ സ്റ്റേഷനിലെത്തി. മുകളിൽ മനക്കാമന ക്ഷേത്രമുണ്ട്. അവിടെ ദർശനമാകാം. ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെല്ലാം ചെറുകിട കച്ചവടക്കാരെ നമുക്ക് കാണാനുണ്ട്. ചെറിയ ഹോട്ടലുകളിൽ പോലും മദ്യം ലഭിക്കും. ഭക്ഷണ വിഭവങ്ങൾ മാത്രമല്ല, പൂമാലകളും മെഴുകുതിരികളും കരകൗശല വസ്തുക്കളും വിൽക്കുന്നവരെ നമുക്ക് ഇവിടെ കാണാം. ഇതാണ് മനക്കാമന ക്ഷേത്രം. ഇവിടെ പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ചതെല്ലാം നടക്കുമെന്നാണ് വിശ്വാസം.
ഇനി കേബിൾ കാറിലൂടെ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുന്ന കാഴ്ച കൂടുതൽ മനോഹരമാണ്. പൊഖാറയിലെ തെരുവു കാഴ്ചകളാണിത്. 4 മണിയോടെയാണ് ഹോട്ടലിൽ കയറി ഉച്ചയൂണ് കഴിച്ചത്. രുചിയുള്ള പച്ചക്കറി വിഭവങ്ങൾ, വളരെ സൗകര്യമുള്ള ഹോട്ടൽ മുറികൾ മിതമായ നിരക്കിൽ ലഭിക്കും. നാരായൺഘട്ടിൽ നാരായണി നദീ തീരത്തെ നാരായണി റിസോർട്ട് അടക്കമുള്ളവ അങ്ങനെയാണ്. ഗംഗാ നദിയുടെ മുഖ്യ പോഷക നദിയാണ് നേപ്പാളിലെ നാരായണി നദി. ഹിമവാന്റെ താഴ്വാരങ്ങളിൽ നിന്ന് തിരികെ പോരുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും, നേപ്പാൾ നീ എത്ര സുന്ദരിയാണ്, ഹിമവാൻ നീ എത്ര സുന്ദരനാണ്.